ഗീതേ, ഗീതേ. അല്ല, ആരേത്? എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? വിജയം വന്നില്ലേ? ഇവിടം വരെ എങ്ങനെ വന്നു എനിക്കും ദൈവത്തിന് മാത്രമേ അറിയൂ. വിജയിട്ട് നോക്കിയപ്പോ എന്റെ തല താണുപോയി. ആളുകൾ ചിരിക്കുക. ഇനി എങ്ങനെ വിജയന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും? ഞാൻ പോണില്ല. അല്ലെങ്കിൽ തന്നെ സ്വർണം പോരെന്നും പറഞ്ഞ് നാത്തുമാരെന്നും കുത്തുവാക്ക് പറച്ചില്ല. അയ്യേ, കരയാതിരിക്കേ. അയൽവക്കത്തൊക്കെ ആൾക്കാരുണ്ട്. ഓ, ഇതിൽ പരം ഇനി എന്ത് നാണക്കേട ഉണ്ടാവാനുള്ളത്? ചെണ്ടമുട്ടി പരസ്യമൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കണ്ടു. ഗോപാലകൃഷ്ണ പണിക്കരുടെ സ്ഥലം എന്ന് കേട്ടപ്പോ എന്റെ നെഞ്ചുരുകിപ്പോയി. എല്ലാം നമ്മുടെ വിധിയാണെന്ന് വിചാരിച്ചാ മതി മോളെ. ആ, ടൈപ്പ് കഴിഞ്ഞോ? ആ, വിജയേട്ടനെ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഗീത ചേച്ചിയില്ലേ? അപ്പുറത്തുണ്ട്. രാവിലെ കാക്ക വിരുന്ന് വിളിച്ചപ്പോ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഗീതേച്ച് വരുമെന്ന്. അല്ലമ്മേ? നീ ആ പുസ്തകം അകത്ത് വെച്ചിട്ട് കുറച്ച് പാല് വാങ്ങിച്ചോണ്ട് വാ. വിജയിന് ചായ കൊടുക്കണം. ഞാൻ ഗീതേച്ചോട് 2 വർത്താനം പറയട്ടമ്മേ. നിങ്ങളെ പറഞ്ഞത് പാല് വാങ്ങിച്ചോണ്ട് വരാൻ. ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? സന്തോഷിച്ചുല്ലസിക്കാൻ ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത്? എല്ലാം കുളം തോണ്ടില്ലേ? ചെലടി, മനുഷ്യനെ കുറിച്ച് മനസ്സമാധാനം എന്താ?